ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ബ്ലൗസിന്റെ കാര്യങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു ബ്ലൗസ് എടുത്ത് അതിന്റെ കൈ വെട്ടി മാറ്റി വെച്ചു. ഇതിന്റെ ഫ്രണ്ട് ബാക്ക് ഭാഗം പുറയിലത്തെ പീസ് ഞാനിതിൽ വെട്ടിയെടുത്തു. പിന്നെ പുറകെ പിടിപ്പിക്കാനുള്ള പടികൾക്കുള്ള തുണി വെട്ടി മാറ്റി. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഈ മുൻവശം വെട്ടത്തില്ലേ, മുൻവശം വെട്ടുമ്പോൾ നമുക്ക് ക്രോസ് കട്ടിങ് വേണം. അപ്പം നമ്മൾ പുറവശം വെട്ടി മാറ്റിയല്ലോ, നമുക്ക് ക്രോസ് കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി വന്ന തുണിയെ കോണോട് കോണിടണം. ഇതിപ്പോൾ ഇങ്ങനെ ബാക്കി വന്ന തുണി ഇങ്ങനെ കിടക്കുവാണല്ലോ, ഇത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കോണോട് കോണിടണം. ഇട്ടേ, എന്നിട്ട് ഈ ഒരു പീസ് അതിന് മുകൾപോട്ട് ഇടണം. ഇപ്പൊ തേണ്ട നമ്മൾ കോണോട് കോണാക്കി, ഈ തുണി കോണോട് കോണാക്കി ഇട്ടിരിക്കാം. ബാക്കി വന്ന ബാലൻസ് തുണിയാണ് കോണോട് കോണാക്കി ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ എന്തോ എടുക്കണമെന്ന് അറിയാവോ? ഈ പുറയിലത്തെ പീസില്ലേ, വെട്ടിവെച്ചിരുന്ന പീസ്, ഈ പീസ് എടുത്ത് നമ്മൾ ഇതിന്റെ മോൾപോട്ട് ഇടുക. എപ്പോഴും നമ്മൾ പുറയിലത്തെ പീസ് എടുത്ത് മുന്നിലത്തെ പീസിന്റെ മോൾപോട്ട് ഇട്ടിട്ടാണ് നമ്മൾ വെട്ടുന്നത്. ഇപ്പൊ ക്രോസ് കട്ടിങ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ തുണി കോണോട് കോൺ ഇങ്ങനെ കോണോട് കോൺ ഇട്ടിട്ട് ഇതിന്റെ മോൾപോട്ട് ഇടുക. ഇങ്ങനെ ഇതിന്റെ മോൾപോട്ട് ഇട്ടിട്ട് നമ്മൾ അളന്നെടുക്കണം. ഇതിനേക്കാളും 1 ഇഞ്ച് ഇറക്കം കൂട്ടിയെടുക്കണം. അല്ല വേറൊന്നും കൂട്ടിയെടുക്കണ്ട, 1 ഇഞ്ച് ഇറക്കം കൂട്ടിയെടുക്കണം. ഇതിന് ഞാനിപ്പോൾ 16 ഇഞ്ച് ഇറക്കം ഇട്ടിരിക്കുന്നെങ്കിൽ 1.5 കൂട്ടിക്ക് കുഴപ്പമില്ല. ചിലർ തയ്യൽ തുണി ആവശ്യമില്ലാതെ കളയുന്നവരുണ്ടെങ്കിൽ, ഈ തയ്യലൊക്കെ കൂട്ടിയെടുക്കുന്നവരുണ്ടെങ്കിൽ 1.5 എടുത്തു. അപ്പം ഞാൻ തേണ്ട ഇവിടെ നമ്മൾ 16 ഇഞ്ച് ഇറക്കത്തിലാണ് ഈ ബ്ലൗസിന് വെട്ടിയിട്ടിരിക്കുന്നത്. ഞാനിവിടെ 17 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് കൂട്ടി എടുത്തിരിക്കുന്നത്. നല്ലോണം തയ്യൽ അറിയാവുന്നവർക്ക് 1 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി. തയ്യൽ കുറച്ചറിയാൻ പറ്റാത്തവർക്ക് 1.5 ഇഞ്ച് കൂട്ടിയെടുത്തു. ഇനി കൈക്കുഴിയൊക്കെ നമ്മൾ അതുപോലെ തന്നെ വരച്ചെടുക്കണം. അതുപോലെ തന്നെ വരച്ചടയാളപ്പെടുത്തി. ഇനി നമ്മൾ എന്തെടുക്കണമെന്നറിയാം, ഷോൾഡറും അത് തന്നെ. ഇനി നമുക്ക് മുന്നിലത്തെ കഴുത്താണ്. മുന്നിലത്തെ കഴുത്ത് ഞാൻ ഒരു 7 ഇഞ്ചാണ് എനിക്ക് അടയാളപ്പെടുത്തുന്നത്. എൻ്റെ അളവാണ് ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത്. 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ലപോലെ റൗണ്ട് ആക്കി വരച്ചു. ഇതാണ് നമ്മൾ ക്രോസ് കട്ടിങ്ങിനും ഫ്രണ്ട് ഭാഗം മുൻവശം ക്രോസ് കട്ടിങ് വെട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ കാണിച്ചു തന്നത്. വരച്ചിട്ടിട്ട് ആ വരച്ചതുപോലെ നമ്മൾ അങ്ങ് വെട്ടിയെടുത്താൽ മതി. പിന്നെ കട്ടിങ് വരയ്ക്കണേ. കട്ടിങ് നമ്മുടെ ഈ കഴുത്തിന്റെ താഴേന്ന് നമ്മളൊരു 5 ഇഞ്ച് എടുത്തു. 5 ഇഞ്ച് എടുത്തിട്ട് വീതി ഒരു 9.5 എടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ വണ്ണത്തിനുള്ള അളവിന്, അതായത് ഞാൻ ഈ ബ്ലൗസ് തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട് 11.5 ഇഞ്ച് വണ്ണത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിപ്പോൾ 5 കിട്ടിയെങ്കിൽ 1/2 ഇഞ്ച് കുറച്ച് 4.5 കിട്ടിയെങ്കിൽ ഈ എറമ്പുണ്ടല്ലോ, ഈ എറമ്പ് നമുക്ക് 5 ഇഞ്ച് തന്നെ കിട്ടണം. 5 ഇഞ്ച് കിട്ടി. ഇനി നമ്മളിത് ഒരു സൈസ് വള്ളം പോലെ അങ്ങ് വളച്ചെടുക്കുവാണ്. ഇതാണ് നമ്മുടെ ക്രോസ് കട്ടിങ്, മുൻവശത്തെ ക്രോസ് കട്ടിങ്.